Ennemcien BSc Wave Optics. Interference by thin transparent film നമ്മൾ അതിൻ്റെ പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ. ഡെൽറ്റ ഈക്വൽസ് ടു എൻ ഡി കോസ് ആർ പ്ലസ് ഓർ മൈനസ് λ/2. ഇതിനൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് കാണുക. മറ്റ് ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടെ കാണും. ആദ്യം നമ്മൾ നോൺ റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് എന്താണെന്ന് പരിചയപ്പെടുന്നു. ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൽ ലെൻസസും പ്രിസങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ ലെൻസിൻ്റെയും പ്രിസത്തിൻ്റെയൊക്കെ സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഓബ്ജക്റ്റ് സൈഡിൽ നിന്നുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ കൺസിഡറബിൾ പോർഷൻ റിഫ്ലക്ഷന് വിധേയമാകും. ആ സർഫസ് ലെൻസിൻ്റെയും പ്രിസത്തിൻ്റെയും ഒക്കെ ഫ്രണ്ട് ഫേസിൽ നിന്ന് റിഫ്ലക്ഷൻ മൂലം നഷ്ടപ്പെടും. ബാക്കിയുള്ള ലൈറ്റ് അതിൽ കൂടെ കടന്നു പോയി ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഇമേജിൻ്റെ ക്ലാരിറ്റി ഒന്ന് കുറയും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോൺ റിഫ്ലക്ഷൻ ഫിലിംസ് കോട്ടിങ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നൊന്ന് കാണാം. ഇപ്പോൾ ഇതൊരു ലെൻസ് ആണ്. ആ ലെൻസിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ഇത് ഓബ്ജക്റ്റ് സൈഡ്, ഇത് നമ്മുടെ ഐ പീസ് ഇമേജ്, ഇത് ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഇമേജ് കാണാൻ വേണ്ടി. അപ്പോൾ വീഴുന്ന ലൈറ്റിൻ്റെ ഒരു ഫ്രാക്ഷൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതിനനുസരിച്ച് ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്ലാരിറ്റി. ഈ റിഫ്ലക്ഷനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നോൺ റിഫ്ലക്ഷൻ കോട്ടിങ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം, ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിമിൻ്റെ രണ്ട് ഫേസ്, അപ്പർ സൈഡും ലോവർ സർഫസും ഈ ഫിലിമിനേക്കാൾ റെയറാണെങ്കിൽ, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് രണ്ട് സൈഡ് എയർ ആണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൻ്റെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽസ് 2ND കോസ് ആർ പ്ലസ് ഓർ മൈനസ് λ/2. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം കോട്ട് ചെയ്യുന്നു ഈ ഗ്ലാസ് സർഫസിൽ. ആ കോട്ടിങ്ങിൻ്റെ തിക്നെസ് D എന്നിരിക്കട്ടെ. ഈ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും ഇടയ്ക്ക് ഉള്ള വാല്യൂ ആയിരിക്കട്ടെ. ഇപ്പോൾ മാഗ്നീഷ്യം ഫ്ലൂറൈഡ് ഈ കോട്ടിങ്ങിന് ഉപയോഗിക്കും. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാണ്ട് 1.38. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഇത് 1.38, ഗ്ലാസിൻ്റെ 1.5. ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ട് വന്ന് വീണാൽ ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, ഇവിടെയും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ റെയറർ ടു ഡെൻസർ ഇൻ്റർഫേസാണ്. അവിടെ ഇപ്പോൾ പൈ ഫേസ് റിവേഴ്സിൽ നടക്കും, ഫേസ് ചേഞ്ച് നടക്കും. ഇവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ ഇതും റെയറർ ടു ഡെൻസറാണ്, 1.38, 1.5. അപ്പോൾ ഇവിടെയും പൈ ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. 2 പൈയുടെ ഫേസ് ചേഞ്ച് വരുമ്പോൾ ഒന്ന് ഈ റിസൾട്ടൻ്റ് ഫേസ് 0 അല്ലെ 2π, രണ്ടും ഫലത്തിലൊന്ന് തന്നെയാണ്. ഒരു വേവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെ ഫേസ് 0 ആണെങ്കിൽ വേവിൻ്റെ എൻഡിലെ ലീഡിങ് എൻഡിലെ ഫേസ് 2π. രണ്ടിടത്തെ സ്റ്റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്നില്ല, രണ്ടിടത്തും ഒരേ സ്റ്റേറ്റാണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 എന്നോ 2π എന്നും പറയുന്നത് ഫലത്തിലൊന്ന് തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് റിഫ്ലക്ഷൻ കൊണ്ട് ഫേസ് റിവേഴ്സലിൻ്റെ നെറ്റ് എഫക്റ്റ് ഇല്ല, 0 ആകുക. അതുകൊണ്ട് പാത്ത് ഡിഫറൻസ് 2ND കോസ് ആർ എന്നെടുത്താൽ മതി, പ്ലസ് ഓർ മൈനസ് λ/2 എന്ന് വരില്ല. ഏതാണ്ട് നോർമൽ ഇൻസിഡൻസോ നിയർലി നോർമൽ ഇൻസിഡൻസോ എടുത്താൽ I0 ആകുമ്പോൾ R 0 ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് 0 എങ്കിൽ കോസ് ആർ 1 വരും. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഈസ് 2ND. ഈ പാത്ത് ഡിഫറൻസ് m+½ λ ആണെങ്കിൽ, വേറെ m ഈസ് 0, 1, 2, 3 എക്സെട്ര ഇൻഡിയേഴ്സാണ്. നമുക്കറിയാം, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസാണ് നടക്കുന്നത്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റിഫ്ലക്റ്റഡ് ബീംസും കൂടെ അങ്ങ് അനിഹിലേറ്റ് ചെയ്യും, ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ റിഫ്ലക്ഷൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ 2ND കോസ് ആർ 2ND ഈക്വൽസ് m+½ λ. ഇത് വെച്ചുകൊണ്ട് എങ്കിൽ D എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ തിക്നെസ്സാണ്, N ഫിലിമിൻ്റെ കോട്ടിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡിയുടെ മിനിമം വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ M 0 എന്ന് ഇട്ട് കൊടുത്താൽ മതി, ഫസ്റ്റ് വാല്യൂ എമ്മിൻ്റെ. എങ്കിൽ
2nd equals lambda by 2, from which d thickness, minimum thickness of the coating for destructive interference or to nullify or to cancel reflection or to avoid reflection, d equals lambda by 4n. അപ്പോൾ ഇത്രയും തിക്നെസ് ഉള്ള കോട്ടിങ് ഗ്ലാസിൻ്റെ മുകളിൽ നടത്തിയാൽ മഗ്നീഷ്യം ഫ്ലൂറൈഡ് പോലുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ്റെ ശല്യം ഉണ്ടാവില്ല, വീഴുന്ന ലൈറ്റ് മുഴുവൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോരും. അപ്പോൾ ഇതിൻ്റെ ഞാനൊന്ന് പറയാം പോയിൻറ്റ്സ്. എ തിൻ layer of transparent material is deposited on the surface of glass. If the refractive index of the material is properly chosen at some value intermediate between that of air and the glass, equal quantities of light are reflected from its outer surface and from the boundary surface between the material and the glass. For nearly normal incidents, since both reflections are from rarer to denser surface, phase reversal occurs twice, so that effective path difference between reflected waves delta equals 2nd. cos r 1 ആകും, lambda by 2 വരില്ല, അപ്പോൾ 2nd. If this is equal to m plus half into lambda, the reflected beams will interfere destructively. For this to happen, the minimum thickness of coating preferred, d equals lambda by 4n, putting m equals 0. ഇനി ഈ ലാംഡ വൈറ്റ് ലൈറ്റാണ് വന്ന് വീഴുന്ന, അതിനകത്ത് പല ലാംഡ ഉണ്ട്. ഈ എല്ലാ ലാംഡയ്ക്കും അനുസരിച്ച് ഈ തിക്നെസ് നമുക്ക് കോട്ടിങ്ങിൻ്റെ തിക്നെസ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണിന് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പെക്ട്രത്തിൽ, വിസിബിൾ സ്പെക്ട്രത്തിലെ ഭാഗം യെല്ലോ ഗ്രീൻ റീജിയനാണ്. അപ്പോൾ ലാംഡ ഈസ് ചോസൺ ഇൻ ദി യെല്ലോ ഗ്രീൻ റീജിയൺ ഓഫ് ദി സ്പെക്ട്രം വേർ ദി ഐ ഈസ് മോസ്റ്റ് സെൻസിറ്റീവ്. The overall reflection from a lens or prism surface can be reduced in this way from 4 to 5% to a fraction of 1%. The treatment is highly effective in reducing the loss of light by reflection in optical instruments using several lenses or prisms. ഞാൻ പോയിൻറ്റ്സ് കുറച്ച് ഇങ്ങനെ പറഞ്ഞു, ആവശ്യമുള്ളത് ഉപയോഗിക്കും. Another one. Will an exceedingly thin air film between two glass plates appear bright or dark by reflected light? Why? ഇവിടെ 2 ഗ്ലാസ് പ്ലേറ്റുകൾ, അതിനിടയ്ക്ക് ഒരു എക്സീഡിംഗ്ലി തിൻ എയർ ഫിലിം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റിഫ്ലക്ടർ സിസ്റ്റത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ബ്രൈറ്റായിട്ട് കാണുമോ ഡാർക്കായിട്ട് കാണുമോ എന്നാണ് ചോദ്യം. ഇവിടെ ഇൻ്റർഫിയറിങ് ബീംസ് എന്ന് പറയുമ്പോൾ 2 എയിൽ നിന്നും ബിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് എയിലെ റിഫ്ലക്ഷൻ ഗ്ലാസ് ഡെൻസറാണ് എയറിനേക്കാൾ. അപ്പോൾ ഡെൻസർ ടു റയറർ ഇൻ്റർഫേസിലെ റിഫ്ലക്ഷനാണ് എയിൽ നടക്കുന്നത്. അവിടെ ഫേസ് റിവേഴ്സൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് ബിയിലെ റിഫ്ലക്ഷൻ റയറർ ടു ഡെൻസർ ഇൻ്റർഫേസിൽ നിന്നാണ്. ഇവിടെ ഫേസ് റിവേഴ്സൽ. അപ്പോൾ ഒരു സ്ഥലത്തെ ഫേസ് റിവേഴ്സൽ നടക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട തിൻ ഫിലിമിൻ്റെ അതേ കേസ് തന്നെ. അതുകൊണ്ട് പാത്ത് ഡിഫറൻസ് 2nd cos r പ്ലസ് ഓർ മൈനസ് ലാംഡ ബൈ 2. എക്സീഡിംഗ്ലി തിൻ ഫിലിം എന്ന് പറയുമ്പോൾ ഡി ഈസ് എക്സ്ട്രീംലി സ്മോൾ. അപ്പോൾ ഈ ടൈം നമുക്ക് അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ പാത്ത് ഡിഫറൻസ് ബിക്കംസ് പ്ലസ് ഓർ മൈനസ് ലാംഡ ബൈ 2. ഇത് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 അല്ലെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ്
ലാംഡയൊക്കെ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസാണ്. അപ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള മിനിമം പാത്ത് ഡിഫറൻസാണ്. അപ്പോൾ ഫിലിം ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് എയർ ഫിലിം ഡാർക്കായിട്ട് കാണും. അപ്പോൾ ഡാർക്ക്നെസ്സാണ്. ബിക്കോസ് ഫേസ് റിവേഴ്സൽ ടേക്സ് പ്ലേസ്. Phase reversal due to reflection takes place only at one point, so that the condition for destructive interference is satisfied and the air film will appear dark. That is the answer. In Young's double slit interference experiment, using a monochromatic laboratory light source, why is the screen with a single hole necessary? What would happen if one gradually enlarged the hole in this screen? കാര്യം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു സ്ലിറ്റുള്ള ഒരു സ്ക്രീൻ ആദ്യം ലൈറ്റ് സോഴ്സിൻ്റെ മുന്നിലായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ആ ഡബിൾ സ്ലിറ്റ്സ് അറേഞ്ച് ചെയ്യുക. ദെൻ സ്ക്രീൻ. ഈ സ്ക്രീനിൻ്റെ ആവശ്യം എന്ത്? വൈ ഈസ് ഇറ്റ് നെസസറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു മൊണോക്രോമാറ്റിക് സോഴ്സ് ആണെങ്കിലും ഒരു സോഴ്സിൻ്റെ ഒരു പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ് മാത്രമേ കൊഹിയറൻ്റ് ആയിട്ടുള്ളൂ. ഈ സ്ക്രീൻ ഇല്ലെങ്കിൽ ഈ സോഴ്സ് മുഴുവൻ ഈ S1 S2 എക്സ്പോസ്ഡ് ആവും. അപ്പോൾ വളരെ ദൂരെയുള്ള പോയിന്റുകളിൽ നിന്നുള്ള ലൈറ്റ് ബീംസും ലൈറ്റ് വേവ്സും S1 S2 വന്ന് ചാടും. അവിടെ ദേ വിൽ നോട്ട് ബി കൊഹിയറൻസ്. അവിടെ സ്പേഷ്യൽ കൊഹിയറൻസ് ഓർ ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം ആൻ എക്സ്റ്റൻഡഡ് സോഴ്സ് വിൽ ലാക്ക് ഇൻ spatial coherence. So, the area of the light source must be limited to ensure spatial coherence. അതിനാണ് ഈ സ്ക്രീൻ വെച്ചിട്ടൊരു ഹോള് കൊടുത്തിരിക്കുന്നത്, ചെറിയ ഹോള്. ഈ ഹോളിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കണം. ഹോളിൻ്റെ സൈസ് എൻലാർജ് ചെയ്താൽ കൂട്ടിയാൽ സ്പേഷ്യൽ കൊഹിയറൻസ് വിൽ ബി ലോസ്റ്റ്. കൂടുതൽ പോയിൻറ്റ്സ് എക്സ്പോസ്ഡ് ആകും. അപ്പോൾ കൊഹിയറൻസി നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് പിൻ ഹോള് ആയിരിക്കണം S1 S2 അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു പിൻ ഹോളാണെങ്കിൽ ഏതാണ്ട് ഒരു പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ് ആണ് S1 S2 എത്തുന്നത്. ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് കൊഹിയറൻ്റാണ്. അപ്പോൾ S1 S2 ചെല്ലുന്ന ലൈറ്റ് കൊഹിയറൻ്റാണ്. ബിക്കോസ് ദേ എമർജ് ഫ്രം എ സിംഗിൾ പോയിന്റ് ഓർ a limited portion of the source. അതാണ് അവിടുത്തെ point. Another one. An extended source of light is necessary to observe interference pattern in a thin film. Why? ഇപ്പോൾ ഒരു പോയിന്റ് സോഴ്സ് ആണെന്നിരിക്കട്ടെ, ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ് മാത്രമാണ് നമുക്ക് ഉള്ളൂ എന്നിരിക്കട്ടെ. ഇതൊരു പ്രത്യേക ആംഗിളിൽ ഇൻസിഡൻസ് നടത്തി എങ്കിൽ ആംഗിളിൽ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുന്ന ഒബ്സർവറുടെ കണ്ണിൽ ഈ ഒരു റേയും എന്ന് പറയുമ്പോൾ ഫിലിമിൻ്റെ താഴെ നിന്ന് വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ചെല്ലുന്നതും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ മുകളിലെ സർഫസിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ബോട്ടം സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് ഇവിടെ വരും. തിൻ ഫിലിം ആയതുകൊണ്ട് വളരെ അടുത്തായിരിക്കും ഇൻ്റർഫറൻസ് കാണാം. പക്ഷേ ഒരു പോയിൻ്റ് സോഴ്സ് ആണെങ്കിൽ ഈ എന്ന് പറയുന്ന പോയിന്റിൽ വീഴുന്ന ലൈറ്റ് മാത്രമേ കണ്ണിലെത്തൂ. ഈ പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർഫറൻസേ നമ്മളിവിടെ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു പോയിന്റിലെ ഇൻ്റർഫറൻസേ കാണാൻ സാധിക്കും. അതിവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനനുസരിച്ചും ഫിലിം തിക്നെസ്സിനനുസരിച്ചും ഒന്നുകിൽ ബ്രൈറ്റ് ആകാം അല്ലെ ഡാർക്ക് ആകാം. അപ്പോൾ നമുക്ക് ഫിലിമിൻ്റെ ഒരു പോയിൻ്റ് കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ ഒരു പോയിന്റിലെ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചെ കാണാൻ സാധിക്കും. ഫ്രിഞ്ചിൻ്റെ ഫീൽഡ് ഓഫ് ഇലുമിനേഷൻ, ഏരിയ ഓഫ് ഇലുമിനേഷൻ അവിടെ ലിമിറ്റഡായി പോകും. ഒരു പോയിൻ്റേ നമുക്ക് കാണാൻ പറ്റും ഫിലിമിൻ്റെ.
നേരെ മറിച്ച് എക്സ്റ്റെൻഡഡ് സോഴ്സ് ആണെങ്കിൽ ഈ പി പോലെ മറ്റ് പല പോയിൻറ്റ്സിൽ നിന്നുള്ള ലൈറ്റ് കണ്ണിൽ വന്ന് വീഴാം. പിയിൽ നിന്നുള്ള ലൈറ്റ് എയിൽ വീണിട്ട് കണ്ണിലെത്തും. അതുപോലെ പി ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് ഫിലിമിൻ്റെ മറ്റൊരു പോയിന്റ് വീണിട്ട് പ്രോപ്പറായിട്ട് കണ്ണിലെത്തിക്കോളും. അപ്പോൾ നമുക്ക് ഫിലിമിൻ്റെ ഒരു വൈഡ് ഏരിയ കാണാം. അപ്പോൾ നമുക്ക് അതാത് സ്ഥലത്തെ ഇൻ്റർഫറൻസ് ഈ ആംഗിളിനനുസരിച്ച് ബ്രൈറ്റ്നെസ്സോ ഡാർക്ക്നെസ്സോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഡാർക്ക് ഫ്രിഞ്ചസ് ഫിലിമിലെ ഒരു ഏരിയയിൽ മുഴുവൻ കാണാൻ സാധിക്കും. അപ്പോൾ എക്സ്റ്റെൻഡഡ് സോഴ്സ്, വിസ്തൃതമായ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ഫിലിമിലെ ഇൻ്റർഫറൻസ് കാണാൻ സാധിക്കൂ. അത് ഞാനൊന്ന് പറയാം. ആ ഫിഗർ വരച്ച് കാണിക്കണം. If a point source P is used, parallel rays will necessarily reach the eye at only one angle and will be focused to a point on the retina of the eye. Thus, only one point, say A, ഞാൻ ഫിഗർ കാണിച്ചല്ല, വന്ന് വീഴുന്ന ഫിലിമിലെ പോയിന്റ് എ വിൽ ബി സീൻ ഐദർ ബ്രൈറ്റ് ഓർ ഡാർക്ക് അക്കോർഡിംഗ് ടു ദി ഫേസ് ഡിഫറൻസ് അറ്റ് ദിസ് particular angle of incidence or angle. The area illuminated is small, however, and in order to see an extended system of fringes, we must have many points like P, P dash, etc. spread out in a broad source so that light reaches the eye from various directions. അപ്പോൾ ഫിലിമിൻ്റെ ഒരു ഏരിയയിലുള്ള ഫ്രിഞ്ച് സിസ്റ്റം മൊത്തത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ചോദ്യങ്ങളും ബാക്കി ഡിസ്കഷൻസ്, ബാക്കി ഭാഗങ്ങൾ പുറകെ കാണാം. താങ്ക്